ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് മാച്ചായ ഹൈദരാബാദ് FC കേരള ബ്ലാസ്റ്റേഴ്സ് FC കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൻ്റെ ദിവസമാണ്. നിങ്ങൾക്ക് കാണാം തിരക്കും കാര്യങ്ങളൊക്കെ. ഫാൻസ് എല്ലാം റെഡിയാവാണ്, കാരണം ലാസ്റ്റ് മാച്ചാണ്. നമ്മുടെ പ്ലെയേഴ്സിനെ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതും ഹൈദരാബാദിനെതിരെ. ശരിക്കും ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചാണ് ഫാൻസിനെ സംബന്ധിച്ച്. അതെല്ലാവരും അവിടെ കൊടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി പോലീസ് എല്ലാവരും റെഡിയാണ്. കാരണം ബസ്സിൻ്റെ എൻട്രി വരുവാണല്ലോ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അവസാന മാച്ച് ആയതുകൊണ്ടാണ് കേട്ടോ കുറേ കുട്ടികളെ കണ്ടായിരുന്നു ഞാൻ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇതുപോലെ ഫേസിൽ പെയിന്റ് ചെയ്യാനും അതിനൊക്കെ ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. അവിടെ ബസ് എൻട്രി വരുന്നോണ്ടാണോ എന്താണെന്ന് അറിയില്ല, ആ സൈഡിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം പെയിന്റ് ചെയ്യുന്ന ആളിൻ്റെ കൊണ്ട് ചേച്ചി വാ, നമുക്ക് അപ്പുറത്ത് പോയി എടുക്കാം, ചേച്ചി വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയി എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നത്. ആ എൻട്രൻസിൻ്റെ അവിടെയാണ്. ആവശ്യത്തിന് തിരക്കുണ്ട് കേട്ടോ, നല്ല റഷായിരുന്നു. ഞങ്ങളുടെ 2-3 ഫ്രണ്ട്സും കൂടെ വരാനുണ്ടായിരുന്നു. അപ്പം അവരും കൂടെ വന്നിട്ട് കയറാന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ പുറത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. VIP ലോഞ്ചിലാട്ടോ ടിക്കറ്റ്. അപ്പം ഞാൻ റഷായിരുന്നു, നല്ല റഷായിരുന്നു. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തൊരു തിരക്കുണ്ടായിരുന്നു എന്നുള്ളത്. അന്ന് VIP ലോഞ്ച് ടിക്കറ്റ് കിട്ടിയ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഇത്ര തിരക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ VIP എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ വിനീതേട്ടനെയും രഹന്യശേഖരൊക്കെ കണ്ടത്. പിന്നെ അവരൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ കയറേണ്ട വെറുതെ, കാരണം മാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്താൽ. അപ്പം എന്നിട്ടും റഷായിരുന്നു, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ആ ടൈമിൽ പോലും റഷായിരുന്നു, മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. നമുക്കതുകൊണ്ട് ഹൈദരാബാദ് FC ഫാൻസ് പോകുന്നതാണ്. ഒരു ചേട്ടനുണ്ടായിരുന്നു. റഷ് ഉണ്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ളതാണ്. ഒരുവിധം എങ്ങനെയൊക്കെയോ ആണ് അതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയത്. സത്യം പറയാലോ, ഭയങ്കര ക്യൂ ആയിരുന്നു ഹൈദരാബാദ് FC ഫാനിനെ കാണാൻ.
ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഹൈദരാബാദ് FC എന്ന് പറഞ്ഞ ടീമിനോടും ആ ക്ലബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ജേഴ്സി വാങ്ങിയതും അതിരുന്നതും ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നതും. പുള്ളി മലയാളിയാണ്, ഹൈദരാബാദി ഒന്നുമല്ല. അപ്പോൾ ആ ക്ലബിനോടുള്ളൊരു സ്നേഹം നമ്മളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണിക്കണം, ഒരു അതേപോലത്തെ ലവും റെസ്പെക്റ്റും എല്ലാം ആണ് പുള്ളിക്ക് ഹൈദരാബാദിനോടുള്ളത്. ഒരുവിധം എങ്ങനെയൊക്കെയോ ആ തിരക്കിന് കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ അതിലും പ്രശ്നം, സീറ്റ് നമ്പറിലൊന്നും അല്ല ആരും ഇരുന്നിട്ടില്ല. എല്ലാവരും കിട്ടിയ സീറ്റ് ഇരുന്ന് പോവുകയുള്ളൂ. സീറ്റ് നമ്പറിൽ പോയി ചോദിക്കുമ്പോൾ അവര് വേറെ സീറ്റിലുള്ള ആൾക്കാരാണ്, സീറ്റില്ലാത്തവരോട് ഇരുന്ന് എല്ലാവരും ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. അപ്പം എന്താ മാച്ച് എൻജോയ് ചെയ്യാനാണ്. അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട്, കാണുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you.